ഹായ് ആസ്പിരൻസ്, IBSന്റെ മറ്റൊരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ബാങ്ക്, UPSC, PSC അങ്ങനെ മുതലേ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ ഇക്വേഷൻ ഇല്ലാതെ, അതായത് വളരെ ലോജിക്കലായിട്ട് എങ്ങനെ ചെയ്യാം, ഒരു 30 സെക്കൻഡിനുള്ളിൽ എങ്ങനെ സോൾവ് ചെയ്യാം, ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. എ പേഴ്സൺ സോൾഡ് ആൻ ആർട്ടിക്കിൾ അറ്റ് ₹1,840 and the profit incurred will be 12.5% more than the loss incurred when the article is sold at ₹1,500. At what price it should sell to get 20% profit? അതായത് ഈ ക്വസ്റ്റ്യൻ ഒരു കണ്ടീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യനാണ്. അതായത് ഈ ക്വസ്റ്റ്യനിൽ 2 കണ്ടീഷൻസാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. അതായത് ഒരു പേഴ്സൺ ഒരു ആർട്ടിക്കിൾ 2 സെല്ലിംഗ് പ്രൈസിൽ വിറ്റാൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻസിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ആ ആർട്ടിക്കിൾ 1840 രൂപയ്ക്ക് വിറ്റാൽ അയാൾക്കൊരു പ്രോഫിറ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താ പറഞ്ഞേക്കുന്നത്? 1500 രൂപയ്ക്ക് അത് വിറ്റാൽ, 1500 രൂപയ്ക്ക് വിറ്റാൽ എന്താ അവിടെ ഒരു ലോസ് ആണ് ഉണ്ടാകുന്നത്. പിന്നെന്താ, ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ 1840 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് ഈ 1500 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുന്ന ലോസിനേക്കാൾ 12.5% കൂടുതലാണ്. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യനിൽ എന്താ അവർ ചോദിച്ചേക്കുന്നത്? അറ്റ് വാട്ട് പ്രൈസ് ഇറ്റ് ഷുഡ് സെൽ ടു ഗെറ്റ് 20% പ്രോഫിറ്റ്. അതായത് എത്ര രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് 20% ലാഭം കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 20% ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് അറിയണം. കോസ്റ്റ് പ്രൈസ് ഉണ്ടെങ്കിലേ നമുക്ക് 20% കൂട്ടി വിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് എവിടെയെങ്കിലും കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ടോ? കോസ്റ്റ് പ്രൈസ് ഇവിടെ അൺനോണാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ ഇവിടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം, ഇക്വേഷൻ ഒന്നും ഇല്ലാതെ. ഇവിടെ നോക്കിയേ, നമുക്ക് കോസ്റ്റ് പ്രൈസ് അൺനോൺ ആണ്. അപ്പോൾ CP എന്ന് തന്നെ എടുക്കുക. ഈ CP നമുക്ക് അൺനോൺ ആണ്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? 1840 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഇവിടെ എന്താ ഉണ്ടാകുന്നത്? ഒരു പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? CP എന്ന് വെച്ചാൽ നമ്മൾ മേടിച്ച വിലയാണ്. ആ വിലയെക്കാട്ടിൽ കൂടുതൽ വിലയ്ക്ക് വിറ്റാലേ നമുക്ക് അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ CPയെക്കാട്ടിലും എത്രയോ എമൗണ്ട്, ആ എമൗണ്ട് നമുക്ക് അൺനോൺ ആണ്, കൂട്ടി വിറ്റപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റത്? 1840 രൂപയ്ക്ക്. അതായത് CPയെക്കാളും എത്ര എമൗണ്ട് കൂടുതൽ വിറ്റപ്പോഴാണ് നമുക്ക് 1840 രൂപയ്ക്ക് ഈ സാധനം വിറ്റുപോയത്. അതുകൊണ്ടാണ് അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടായത്. ഇനി അടുത്ത കണ്ടീഷൻ നോക്കിയേ, ഈ CPയെക്കാളിലും എത്രയോ എമൗണ്ട് കുറച്ച് വിറ്റാലേ ഉള്ളൂ നമുക്ക് അവിടെ ലോസ് കിട്ടത്തുള്ളൂ. അപ്പോൾ എത്രയോ എമൗണ്ട് അവിടെ കുറഞ്ഞു, അത് നമുക്ക് അൺനോൺ ആണ്. അത്രയും കുറച്ച് വിറ്റപ്പോഴാണ് നമുക്ക് 1500 രൂപയ്ക്ക് ഇത് വിറ്റുപോയത്. ഇനി നമ്മുടെ പ്രയോറിറ്റി എന്താ? CP കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു കണ്ടീഷനോടെ തന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന ലോസിനേക്കാളിലും 12.5% കൂടുതലാണെന്നൂടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കി, 12.5%. ഇതൊരു പെർസെൻറ്റേജ് വാല്യൂ ആണ്. ഇതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് വെച്ചാൽ 1/8 ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ നമുക്കറിയാം, 25% എന്ന് വെച്ചാൽ 1/4 ആണ്. അതിൻ്റെ പകുതിയല്ലേ 12.5%. ഇപ്പോൾ 1/4ൻ്റെ പകുതി എത്ര? 1/8. ഇനി നോക്കിയേ, 12.5% കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ലോസ് 8 പാർട്ട് ആണെങ്കിൽ പ്രോഫിറ്റ് അതിനേക്കാളും 12.5% കൂടുതലാണെന്ന് പറഞ്ഞേക്കുന്നത്. 8 പാർട്ടാണെങ്കിൽ 1 കൂടി 9 പാർട്ടാകും പ്രോഫിറ്റ്. അതായത് ഇവിടെ 8x ആണ് ലോസ് എങ്കിൽ അതിനേക്കാൾ ഒരു പാർട്ടൂടെ കൂടി 9x ആയിരിക്കും ഇവിടെ പ്രോഫിറ്റ്. ഓക്കെ. ഇനി നോക്കിയേ, നമുക്കിനി CP കണ്ടുപിടിക്കണം. ഈ CP പ്ലസ് ഈ 9x ആണല്ലോ നമുക്ക് 1840 കിട്ടുന്നത്. അതുപോലെ നോക്കിയേ, ഈ CP മൈനസ് 8x ആണ് നമുക്ക് 1500 കിട്ടുന്നത്. അതായത് CP മൈനസ് 8x ഇസ് ഈക്വൽ ടു 1500. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഈ ലീനിയർ ഇക്വേഷൻ ആണ്. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? ഏതെങ്കിലും ഒരു എലമെന്റ് ഇതിൻ്റെ അകത്തെ കോമൺ ആയിട്ട് എടുത്തിട്ട് അതിനെ 0 ആക്കുക. ഇവിടെ നോക്കിയേ, നമുക്ക് CPയെ വേണമെങ്കിൽ 0 ആക്കാം. CPയെ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ചെയ്തു. അപ്പോൾ CP മൈനസ് CP 0.
9x minus minus 8x. അപ്പോൾ 9x മൈനസ് മൈനസ് കൂടെ പ്ലസ് ആയി. അപ്പോൾ 17x is equal to 340. ഓക്കെ, അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി നമുക്ക്? 340 ഡിവൈഡഡ് ബൈ 17 is equal to 20. ഓക്കെ, ഇനി നമുക്ക് സി പി കണ്ടുപിടിക്കാം. ഒന്നിൽ എക്സിന്റെ വാല്യൂ ഇവിടെ 9x അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സി പി പ്ലസ് 180 ഈസിക്കൽ 9 × 20 180 ഈസിക്കൽ 1840 എന്ന് കിട്ടും. അഥവാ അല്ലെങ്കിൽ സി പി മൈനസ് 8x അവിടെ 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് 1500 എന്ന് കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ സി പി പ്ലസ് എക്സിന്റെ വാല്യൂ 20 9 × 20 180 is equal to 1840. സി പി is equal to എത്ര കിട്ടും നമുക്ക്? 1840 മൈനസ് 180, അതായത് 1660 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ സി പി കണ്ടുപിടിച്ചു. പക്ഷേ ക്വസ്റ്റ്യൻ നമ്മളോട് സി പി ആണോ ചോദിച്ചേക്കുന്നത്? അല്ല, നമുക്ക് ഏത് രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് 20% ലാഭം കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ സി പി വരെ കണ്ടുപിടിച്ചു. ഇനി ഈ സി പി യെ എത്ര രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് 20% ലാഭം കിട്ടും? 20% എന്ന് വെച്ചാൽ എത്ര? 20% എന്ന് വെച്ചാൽ 1/5 ആണ്. 20%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ 1/5 ആണ്. 20%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ 1/5 ആണ്. അതായത് 5 രൂപയുടെ സാധനം 1 രൂപ പ്രോഫിറ്റ് കയറി 6 രൂപയ്ക്ക് വിൽക്കുന്നു. നമുക്ക് 5 രൂപയുടെ സാധനം, അതായത് 5ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എത്ര കിടക്കുന്നത്? 1660. അതായത് 5 പാർട്ട് നമുക്ക് 1660 ആണെങ്കിൽ 6 പാർട്ടല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? 6 പാർട്ട് എത്രയായിരിക്കും? അതിന് ആദ്യം 1660 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 6. അപ്പോൾ എത്ര കിട്ടും? ഇത് നമുക്ക് 5 കൊണ്ട് നമുക്ക് വെട്ടിക്കളയാം. അതായത് 332 ഇൻറ്റു 6. 332 ഇൻറ്റു 6 എത്ര കിട്ടും? ₹1992 എന്ന് കിട്ടും. അതായത് ₹1992 നമ്മളിത് വിറ്റാൽ നമുക്ക് 20% പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനോട്ട് പോകാം. On selling 17 balls at ₹720, there is a loss equal to cost price of 5 balls. The cost price of a ball is. Question one liner ഒരു ക്വസ്റ്റ്യൻ ആണ്, കണ്ടാൽ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇച്ചിരി ഒരു ലോജിക് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇക്വേഷൻ ഇട്ട് ചെയ്യാൻ നിന്നാൽ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? 17 ബോൾ 720 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വിറ്റപ്പോൾ അയാൾക്ക് അവിടെ ഒരു ലോസ് ഉണ്ടായി. ആ ലോസ് എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്? 5 ബോൾസിന്റെ കോസ്റ്റ് പ്രൈസിന് ഈക്വൽ ആയിരിക്കും ആ ലോസ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്കൊന്നും തന്നിട്ടില്ല. ആകെ തന്നേക്കുന്നത് സെല്ലിംഗ് പ്രൈസ് 720 എന്നും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബോൾസിന്റെ ക്വാണ്ടിറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. അതായത് ഈ ക്വസ്റ്റ്യൻ നോക്കി, 17 ബോൾസ് പറഞ്ഞിട്ടുണ്ട്, 5 ബോൾസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്വാണ്ടിറ്റി ബേസ്ഡ് പ്രോബ്ലം ഇത്. അതായത് നമുക്ക് ക്വാണ്ടിറ്റി എവിടെ തന്നേക്കുന്നത്? ഇങ്ങനെ ക്വാണ്ടിറ്റി ബേസ്ഡ് പ്രോബ്ലം ആണ് തന്നേക്കുന്നെങ്കിൽ നമ്മുടെ പ്രൈമറി എയിം എന്ന് വെച്ചാൽ എസ് പിയും സി പിയും തമ്മിലുള്ള ഒരു റേഷ്യോ ഇവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പം നമുക്കിവിടെ നോക്കാം എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 17 ബോൾസ് അതിൽ സെല്ല് ചെയ്തു. അതായത് 17 ബോൾ സെല്ല് ചെയ്തപ്പോൾ നമുക്കൊരു 17 ബോൾ സെല്ല് ചെയ്തു. 17 ബോളിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഈ 17 ബോൾ സെല്ല് ചെയ്യണമെങ്കിൽ അയാൾ 17 ബോൾ മേടിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ 17 ബോളിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇനി നോക്കിയേ, ഇവിടെ ലോസാണ് സംഭവിച്ചേക്കുന്നത്. ലോസ് സംഭവിക്കാന്ന് വെച്ചാൽ എന്താ? സി പി യെക്കാളിലും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കണം. അപ്പോൾ സി പിന്ന് എന്തോ എമൗണ്ട് ഡിഡക്ട് ചെയ്താലാണ് നമുക്ക് ഈ എസ് പി കിട്ടുന്നത്. നോക്കിയേ, അപ്പോൾ 17 എസ് പി സെല്ലിംഗ് പ്രൈസ്, ബോളിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും? 17 സി പി 17 ബോളിൻ്റെ കോസ്റ്റ് പ്രൈസ് മൈനസ് അതിൽ നിന്ന് എത്ര പോകുന്ന പറഞ്ഞേക്കുന്നത്? കോസ്റ്റ് പ്രൈസ് ഓഫ് 5 ബോൾസ് പോവും, മൈനസ് 5 സി പി 5 ബോൾസിന്റെ കോസ്റ്റ് പ്രൈസ് അതിൽ നിന്ന് പോയി. അപ്പോൾ നോക്കിയേ, 17 എസ് പി ഇസ് ഈക്വൽ ടു 12 സി പി. അപ്പം നമുക്ക് എസ് പി ബൈ സി പി എന്ന് എഴുതാമല്ലോ. എസ് പി ബൈ സി പി എത്ര കിട്ടി? 12/17. അതായത് സെല്ലിംഗ് പ്രൈസിന്റെയും കോസ്റ്റ് പ്രൈസിന്റെയും റേഷ്യോ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്.
12/7 അല്ലെ 12:7. നോക്കിയേ, നമുക്ക് സെല്ലിംഗ് പ്രൈസ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 720 തന്നിട്ടുണ്ട് അല്ലെ. ഈ 12 പാർട്ടായിരിക്കുമല്ലോ 720 അല്ലെ, 12 പാർട്ടായിരിക്കും 720. അതായത് 12:17 എന്ന് എഴുതിയാൽ അതിൽ 12 എന്നുള്ളതാണ് 720. അതായത് 12 × 60 ആണ് 720 റേഷ്യോ ആണ്. അപ്പോൾ 12നെ നമ്മൾ 60 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 70നെയും ഇവിടെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബട്ട് നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? മൊത്തം CP അല്ല ചോദിച്ചേക്കുന്നത്. അതായത് ഈ 17 ബോളിൻ്റെയും CP അല്ല ചോദിച്ചേക്കുന്നത്, ഒരു ബോളിൻ്റെ CP, കോസ്റ്റ് പ്രൈസ് ഓഫ് എ ബോളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട, ഈ കിട്ടുന്ന 60 തന്നെയാണ് ഒരു ബോളിൻ്റെ CP. അപ്പോൾ ഒരു ബോളിൻ്റെ CP എത്ര ആയിരിക്കും? ₹60. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ വായിക്കാം. Ram sold a watch at 10% profit. If he bought it at 10% less and sold it for ₹15 more, he would have gained 25%. Find the cost price of the watch. അതായത് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. ഇതൊരു കണ്ടീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, ഇവിടെ ഒരു ഇഫ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളോട് ആദ്യം പറഞ്ഞേക്കുന്നത് എന്താ? രാമ ഒരു വാച്ച് മേടിച്ചു, എന്നിട്ട് അത് 10% ലാഭത്തിന് വിറ്റു. പിന്നെ കണ്ടീഷനാണ്. കണ്ടീഷനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇവൻ ആദ്യം മേടിച്ച കോസ്റ്റ് പ്രൈസിനേക്കാളും ഒരു 10% കുറവ് കോസ്റ്റ് പ്രൈസിനാണ് മേടിച്ചെങ്കിൽ, അതുപോലെ തന്നെ ആദ്യം വിറ്റ പൈസയെക്കാളും ഒരു 15 രൂപയും കൂടെ കൂട്ടിയാണ് വിൽക്കുന്നതെങ്കിൽ അവന് ടോട്ടൽ 25% ലാഭം കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ പെർസെൻറ്റേജ് ആണ്. അതായത് 10% പ്രോഫിറ്റ്, 10% ലെസ് പൈസയ്ക്ക് വിൽക്കുന്നു, പിന്നെ ഇവിടെ എന്താ 25% ലാഭം, ഫുൾ ഒരു പെർസെൻറ്റേജ് ആണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് CP അൺനോണും ആണെങ്കിൽ നമുക്ക് CP 100 ആയിട്ട് എടുക്കാം, 100x ആയിട്ട് എടുക്കാം. ഞാനിവിടെ 100x ആയിട്ട് എടുക്കുക. CP 100x. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? അവൻ അത് 10% പ്രോഫിറ്റിന് വിറ്റു എന്നാണ് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ CP 100ന്റെ 10% എത്ര? 10. അപ്പോൾ 10% ലാഭം എന്ന് വെച്ചാൽ എത്ര? CP + 10, അതായത് 110x. 100 രൂപയുടെ സാധനം 110 രൂപയ്ക്ക് വിൽക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നുണ്ട്. ഇഫ് ഹി ബോട്ട് ഇറ്റ് അറ്റ് 10% ലെസ്, അതായത് നേരത്തെ മേടിച്ച CPയെക്കാട്ടിലും 10% കുറവ് CPക്കാണ് അവൻ മേടിച്ചിരുന്നെങ്കിൽ, അതായത് 100ന്റെ 10% എത്ര? 10. അപ്പോൾ 110.90, 90x രൂപയ്ക്കാണ് അവൻ അത് മേടിച്ചിരുന്നെങ്കിൽ. പിന്നെയും പറഞ്ഞേക്കുന്നത് എന്താ? നേരത്തെ വിറ്റ സെല്ലിംഗ് പ്രൈസ് അതെത്ര? 110. അതിൻ്റെ കൂടെ ഒരു 15 രൂപയും കൂടെ കൂട്ടിയാണ് വിൽക്കുന്നതെങ്കിൽ അപ്പോൾ എത്ര കിട്ടും? 110x + 15. അങ്ങനെ വിറ്റാൽ എന്താ? ഇവന് 25% ലാഭമാണ്. അതായത് 25% എന്ന് വെച്ചാൽ എത്ര? 25% എന്ന് വെച്ചാൽ എത്ര? 1/4. അതായത് 4 രൂപയുടെ സാധനം പ്രോഫിറ്റ് ആണ്, 1 രൂപയും കൂടെ ചേർത്ത് 5 രൂപയ്ക്ക് വിൽക്കുന്നു. 4 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് വിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അതായത് നമുക്കിങ്ങനെ എഴുതാമല്ലോ, 90x ഇൻറ്റു ഇതാ, അതായത് 5/4 എന്ന് കിട്ടും നമുക്ക് അല്ലേ, ഇൻറ്റു 5/4. 5/4 is equal to 110x + 15 എന്ന് കിട്ടും. അതായത് 90ന്റെ 20% പ്രോഫിറ്റ് ആണ് ഈ എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 450x is equal to 440x + 60 എന്ന് കിട്ടും. അതായത് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഈ 5ഉം 90 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 450, ഈ 4 നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു 440x + 60. ഇനി ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടും? 10x. 450 - 440, അതായത് 10x is equal to 60 എന്ന് കിട്ടും, x is equal to 6 എന്ന് കിട്ടും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് നമ്മുടെ എത്രയായിരുന്നു? 100x. x 6 ആണെങ്കിൽ 100x എത്ര ആയിരിക്കും? 100 × 6, അതായത് 600 കിട്ടും. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര? 600 rupees. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം.
A shopkeeper gives 20% discount on the marked price of a book. He provides one pair of books free with the sale of 9 pair of books. In the whole transaction, he gets profit of 26%. Find the percentage increase in the marked price from the cost price. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതിൻ്റെ അകത്ത് 9 പെയർ ഓഫ് ബുക്സ് അയാൾ കൊടുക്കുമ്പോൾ 1 പെയർ ഓഫ് ബുക്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അതായത് നമ്മൾ കടയിൽ പോകുമ്പോൾ ഉണ്ടല്ലോ ഫ്രീ, ആ ഒരു സംഭവമാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. അതായത് 9 പെയർ ഓഫ് ബുക്സ് ഒരു കസ്റ്റമർ മേടിക്കുമ്പോൾ അയാൾക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് 1 പെയർ ഓഫ് ബുക്സ് അയാൾ ഫ്രീ ആയിട്ട് വിൽക്കുന്നു. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, 9 പെയർ ഓഫ് ബുക്സ് ഒരാൾ മേടിക്കുമ്പോൾ 1 പെയർ കൊടുക്കണമെങ്കിൽ ടോട്ടൽ അയാൾ എത്ര പെയർ ബുക്ക് മേടിക്കണം? 10 പെയർ ബുക്ക് ഉണ്ടെങ്കിലേ അയാൾ ഈ പറഞ്ഞ സംഗതി അവിടെ നടക്കും. ഇനി ഒന്ന് ആലോചിച്ച് ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ, ഇവിടെ 20%, 26% പെർസെൻറ്റേജ് ആണ് എല്ലാം തന്നിരിക്കുന്നത്, അല്ലാണ്ട് നമുക്ക് ഒരു വാല്യൂ തന്നിട്ടില്ല ഡെഫിനറ്റ് ആയിട്ടുള്ള. അപ്പോൾ തൊട്ട് ഉന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഏതെങ്കിലും വാല്യൂ അസ്യൂം ചെയ്യാം, 100 100x ആയിട്ടോ ഒക്കെ അസ്യൂം ചെയ്യാം. ഞാനിവിടെ കോസ്റ്റ് പ്രൈസ്, ഒരു ബുക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് 100 ആയിട്ട് അസ്യൂം ചെയ്യുക. നോക്കിയേ, 10 പേർ ബുക്ക് അയാൾ മേടിച്ചിട്ടുണ്ടായിരിക്കണമല്ലോ ഷോപ്പ് കീപ്പർ. അപ്പോൾ ഒരു ബുക്കിൻ്റെ വില 100 ആണെങ്കിൽ 10 ബുക്കിൻ്റെ വില എത്ര ആയിരിക്കും? ഇൻറ്റു 10. ഇനി നോക്കിയേ, അയാൾ പറഞ്ഞിരിക്കുന്നത് അയാൾ എത്ര രൂപയ്ക്ക് വിറ്റു എന്ന് ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ 20% ഡിസ്കൗണ്ട് ഇട്ട് വിറ്റു. മാർക്കറ്റ് പ്രൈസിൽ 20% ഡിസ്കൗണ്ട് ഇട്ട് വിറ്റു. ഇവിടെ മാർക്കറ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ CP 100 ആയിട്ട് എടുത്തോണ്ട് നമുക്ക് മാർക്കറ്റ് പ്രൈസിനെ X ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി നോക്കിയേ, ഇനി നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് നോക്കാം. അതായത് മാർക്കറ്റ് പ്രൈസിന് 20% ഡിസ്കൗണ്ട് ഇട്ടാണല്ലോ അയാൾ വിറ്റ്. 20% എന്ന് വെച്ചാൽ എത്ര? 20% എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ 1/5. അതായത് ഇവിടെ ഡിസ്കൗണ്ട് ആവും. അപ്പോൾ 5 രൂപയുടെ സാധനം 1 രൂപ കുറച്ച് -1 4 രൂപയ്ക്ക് വിൽക്കുന്നു. അതായത് 5 രൂപയുടെ സാധനം 4 രൂപയ്ക്ക് വിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ X ആണല്ലോ, X ഇൻറ്റു 4/5 SP ഓഫ് 1 ബുക്ക്. ഇനി അയാൾ എത്ര ബുക്കാണ് വിൽക്കുന്നത്? അയാൾ ടോട്ടൽ 10 ബുക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ അയാൾ 9 ബുക്കിൻ്റെ അല്ല വില മേടിക്കുന്നുള്ളൂ. അപ്പോൾ 9 ബുക്കിൻ്റെ വില നമ്മൾ കണ്ടാൽ പോരെ? ഇതാണ് ടോട്ടൽ അയാൾ വിൽക്കുന്ന SP. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കണ്ടീഷനോടെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഇതായത് ഈ ടോട്ടൽ ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോൾ അതിക്ക് 26% ലാഭം കിട്ടിയെന്ന് പറയുന്നുണ്ട്. 26% പ്രോഫിറ്റ് എന്നാ പറയുന്നത്. 26% എന്ന് വെച്ചാൽ എത്ര? 26% എന്ന് വെച്ചാൽ എത്ര? 26/100. അതായത് 13/15 എഴുതാമല്ലോ നമുക്ക്. 13/15 എഴുതി. അതായത് ലാഭമാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അതായത് അവിടെ ഡിസ്കൗണ്ട് കൊടുത്ത അതേ ലോജിക്ക് തന്നെ 50 രൂപയുടെ സാധനം 13 രൂപയും കൂടെ കൂട്ടി 63 രൂപയ്ക്ക് കൊടുത്തു എന്ന് അതിൻ്റെ അർത്ഥം. അതായത് 50 രൂപയുടെ സാധനം 13 രൂപയും കൂടെ കൂട്ടി 63 രൂപയ്ക്ക് കൊടുത്തു. എന്നാലോചിച്ച് നോക്കി, നമുക്കിവിടെ CPയിൽ നമുക്കിവിടെ പ്രോഫിറ്റ് ആണ് നടന്നേക്കുന്നത്. അതായത് CP 100 × 10 ഇൻറ്റു എത്ര ശതമാനമാണ്? 26%. അതിൻ്റെ അല്ലേ നമ്മളിവിടെ കണ്ടുപിടിച്ചേക്കുന്ന വാല്യൂ. ഇൻറ്റു 63/50 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുന്നത്? ഈ SP അല്ലേ കിട്ടുന്നത്? X ഇൻറ്റു 4/5 ഇൻറ്റു 9. ഇതൊന്ന് സോൾവ് ചെയ്യാം. നോക്കി, ഈ 9ഉം 63യും കൂടെ നമുക്ക് കട്ട് ചെയ്യാമല്ലോ, 7 വരും. ഈ 50യും ഈ 100 കൂടെ നമുക്ക് കട്ട് ചെയ്യാമല്ലോ, 2 വരും. പിന്നെന്ത് കട്ട് ചെയ്യാം? ഈ 4ഉം ഈ 10 കൂടെ കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ 2 × 2 4 2 × 5 10. ഇനി നോക്കിയേ, എക്സിൻ്റെ വാല്യൂ X ഈസ് ഈക്വൽ ടു ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ആവും. നോക്കി, X ഈസ് ഈക്വൽ ടു ഈ 5 നമുക്ക് ഇപ്പുറത്തോട്ട് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ 5 × 5 25, 25 × 7. അപ്പോൾ 25 × 7 എന്ന് വരും. 25 × 7 എത്ര? 175 എന്ന് കിട്ടും. X എന്ന് വെച്ചാൽ എന്താ? നമ്മൾ മാർക്കറ്റ് പ്രൈസാണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് നമുക്ക് എത്ര കിട്ടി? 175 കിട്ടി. നമ്മുടെ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 100. CP നമ്മുടെ 100 ആയിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ മാർക്കറ്റ് പ്രൈസ് ഫ്രം ദ കോസ്റ്റ് പ്രൈസ്. അതായത്
കോസ്റ്റ് പ്രൈസിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് കൂട്ടിയാണ് നമ്മൾ മാർക്ക് പ്രൈസ് കണ്ടുപിടിച്ചാന്നാണ് വെച്ചേക്കുന്നത്. ഇവിടെ നോക്കിയേ 75 അല്ലേ, അതായത് അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, MP മൈനസ് CP/CP ഇൻറ്റു 100. അതായത് 175 മൈനസ് 100 75 ബൈ 100 ഇൻറ്റു 100, അതായത് 75%. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ട്രേഡർ മാർക്സ് അപ്പ് ഹിസ് ഗുഡ്സ് ബൈ 80% ആൻഡ് ഗിവ്സ് ഡിസ്കൗണ്ട് ഓഫ് 25%. ബിസൈഡ്സ് ഇറ്റ് he weighs 10% less quantity while selling his goods. What is the net profit of the trader? അതായത് ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതൊരു ഡിസോണസ്റ്റ് സെല്ലറിൻ്റെ ഒരു കേസാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് നോക്കിയേ, ഒരു ട്രേഡർ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഗുഡ്സ് മേടിക്കുന്നു, എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്, അതിനൊരു കോസ്റ്റ് പ്രൈസ് ആകുമല്ലോ, എന്നിട്ട് അയാളത് വിൽക്കുന്നു. അതെങ്ങനെയാണ് വിൽക്കുന്നത്? അതിൽ മേടിച്ച കോസ്റ്റ് പ്രൈസിന് 80% ആദ്യം മാർക്കപ്പ് ചെയ്യും, പിന്നെ ആ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് 25% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് ഇയാൾ ഇത് വിൽക്കുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ബിസൈഡ്സ് ഇറ്റ്സ് ഹി വെയ്സ് 10% ലെസ് ക്വാണ്ടിറ്റി വൈൽ സെല്ലിങ് ഹിസ് ഗുഡ്സ്. അതായത് ഇയാൾ സെല്ല് ചെയ്യാൻ നേരം ഇയാൾ മൊത്തം ഗുഡ്സും സെല്ല് ചെയ്യുന്നില്ല, ഇയാൾ മേടിച്ച ഗുഡ്സിന്റെ 10% കുറവായിട്ടാണ് ഇയാൾ വിൽക്കുന്നത്. അതായത് 100% ഇയാൾ മേടിച്ച ഗുഡ്സ് എങ്കിൽ ഇയാൾ 90% വിൽക്കുന്നുള്ളൂ. പിന്നെന്താ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, വാട്ട് ഈസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ട്രേഡർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇപ്പം മുൻപ് ഉള്ള ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു വാല്യൂയും തന്നിട്ടില്ല, നമുക്ക് ഫുൾ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. ഒരു മാർക്കപ്പ് 80% തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് 25%, പിന്നെന്താ പറഞ്ഞേക്കുന്നത് ഒരു 10% ലെസ് ക്വാണ്ടിറ്റി, ഫുൾ പെർസെൻറ്റേജ് ആണ് തന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കേസ് എന്ത് ചെയ്യാം, CP നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പം ഞാനിവിടെ CP 100 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുക. നോക്കിയേ, ഇവിടെ നോക്കിയാൽ നമുക്ക് CP മാത്രമാണ്, ഒരു ക്വാണ്ടിറ്റിയും പറയുന്നുണ്ട് ഇല്ലേ, 10% ലെസ് ക്വാണ്ടിറ്റി. അപ്പം നമുക്കിവിടെ അസ്യൂം ചെയ്യാം, കാരണം ഇവിടെ ഒന്നും തരാത്തതാണ്, നമുക്ക് എല്ലാം അസ്യൂം ചെയ്യാം. ഞാൻ അസ്യൂം ചെയ്യണം, ഇയാൾ 100 gram ആണ് ഗുഡ്സ് മേടിച്ചിരിക്കുന്നത്, 100 grams ഓഫ് ഗുഡ്സ് മേടിച്ചിരിക്കുകയാണ്. അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് 100 rupees എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര ശതമാനമായിരിക്കും വിൽക്കുന്നത്? നോക്കിയേ, 10% ലെസ് ക്വാണ്ടിറ്റി വൈൽ സെല്ലിംഗ് ഗുഡ്സ്. അതായത് 100 gram ആണ് അയാൾ മേടിക്കുന്നതെങ്കിൽ അയാൾ കസ്റ്റമറിന് കൊടുക്കുന്ന എത്ര ഗ്രാം ആയിരിക്കും? 90 gram ആയിരിക്കും കൊടുക്കുന്നത്. അതായത് ഇത് CP ആണ്, ഇനി SP-യുടെ കാര്യമാണ് പറയുന്നത്. ഇനി SP-യുടെ വില എത്ര ആയിരിക്കും, SP എത്ര ആയിരിക്കും? നോക്കി, അതിൻ്റെ കണ്ടീഷനിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്, അയാൾ CP 100 ആണ്, അതിൻ്റെ കൂടെ 80% മാർക്കപ്പ് ചെയ്യും. അതായത് 80% മാർക്കപ്പ് എന്ന് വെച്ചാൽ 180/100. പിന്നെന്ത് ചെയ്യും, ആ എമൗണ്ടിൽ നിന്ന് 25% ഡിസ്കൗണ്ട്. 25% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എത്ര? 100 മൈനസ് 25, അതായത് 75. 75/100. ഇതൊന്ന് സോൾവ് ചെയ്യാം. ഈ 100ഉം ഈ 100 കൂടെ നമുക്ക് വെട്ടാം. ഇത് 3/4 എന്ന് കിട്ടും. 75/100 എന്ന് വെച്ചാൽ 3/4. അതായത് 4, ഈ 4ഉം 180യും കൂടെ നമുക്ക് വെട്ടാം, 45 എന്ന് കിട്ടും. 45 × 3 എത്ര കിട്ടും? 135 എന്ന് കിട്ടും. അതായത് SP എത്ര? 90 ഗ്രാമിൻ്റെ SP എത്ര? 135 എന്ന് കിട്ടും. ഇനി നോക്കിയേ, നമ്മളോട് ചോദിച്ചേക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? നമ്മൾ 100 gram സാധനമാണ് മേടിച്ചേക്കുന്നത്, ഇവിടെ വിറ്റ് 90 gram. അപ്പം നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 100 ഗ്രാമിൻ്റെ ഒരു സാധനം മേടിച്ചാൽ 100 gram സെല്ല് ചെയ്താലേ നമുക്ക് അറിയത്തുള്ളൂ അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന്. ഇവിടെ നമ്മൾ 90 ഗ്രാമിൻ്റെ വിലയല്ലേ ഈ 135. അപ്പോൾ നമുക്ക് 100 gram അതിൽ എത്ര രൂപയ്ക്ക് വിറ്റു എന്നറിയണം. 90 ഗ്രാമിന് 135 ആണെങ്കിൽ 100 ഗ്രാമിന് എത്ര? അപ്പം 135 /90 × 100. അപ്പോൾ എത്ര കിട്ടും? ഈ 0 വെട്ടും. 9 എന്ന് വെച്ചാൽ 9 × 15 ആണ് 135. അപ്പോൾ 9ഉം 135 കൂടെ വെട്ടാം. 15 × 10 150. അതായത് SP ഓഫ് 100 gram. നോക്കിയേ, നമുക്ക് CP കിട്ടി 100, SP കിട്ടി എത്ര? 150. അതായത് എത്ര രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായി? 50 രൂപയുടെ. അതായത് SP മൈനസ് CP/CP × 100.
എസ് പി എത്ര 150 മൈനസ് 100/100 ഇൻറ്റു 100 50%. അപ്പോൾ 50% ആണ് അയാൾക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന ലാഭം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു 5 വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.